കാണൂ പരസ്യരഹിതമായ ഏറ്റവും പുതിയ എപ്പിസോഡുകൾ. ഞാൻ ആഗ്രഹിച്ച മാണിക്യം എനിക്ക് സ്വന്തമായി കഴിഞ്ഞു. ഞാൻ നേടിയെടുത്തു. ആഗ്രഹിച്ചത് ഞാൻ നേടിയെടുത്തു. മാണിക്കെവിടെ? അയ്യോ അർജുൻ, മാണിക്ക് എവിടെ പോയി? അർജുൻ, ആ മാണിക്യം മന്ത്രവാദിനി കൈക്കലാക്കിയെന്നാ തോന്നുന്നത്. ഉറപ്പായിട്ടും കൊണ്ടുപോയി കാണും. ആ ദുർമന്ത്രവാദിനി എവിടെ പോയെന്നൊരു പിടിയും കിട്ടുന്നില്ല. അവര് എവിടെ ഉണ്ടാവും അറിയില്ലല്ലോ. ആ മാണിക്യം ഇരുന്ന സ്ഥലത്ത് തന്നെ വെച്ചില്ലെങ്കിൽ അനിഷ്ടങ്ങൾ സംഭവിക്കുമെന്ന് ആ സിദ്ധം പറഞ്ഞത് ഓർമ്മയില്ലേ? അധികം വൈകാതെ നിന്റെ കയ്യിലുള്ള ആ മാണിക്യം കൊണ്ടുവന്ന ശ്രീകോവിൽ വയ്ക്കൂ. അങ്ങനെ ചെയ്തില്ലെങ്കിൽ ഒരുപാട് ആപത്തുകളും പ്രശ്നങ്ങളും ഉണ്ടാകും. എന്താ സംഭവിക്കുമെന്ന് ഓർത്തിട്ട് ഒരു മനസമാധാനവുമില്ല. ഭവാനി, ഒരു കാര്യം ചെയ്യാം, നമുക്ക് ഗുരുജി ഒന്ന് കാണാം. വാ. ശരി അർജുൻ. നീ പൂജിക്കുന്ന നാഗദേവത തന്നെ നിന്നെ കൊത്തി കൊല്ലുമടാ അർജുനെ. ഇങ്ങനൊരു മരണം നിനക്കുണ്ടാവും നീ സ്വപ്നത്തിൽ വിചാരിച്ചാണില്ല. ഈ രൂപത്തിൽ പോയി ചോദിച്ചാൽ ശരിയാകില്ല. രൂപം മാറി തന്നെ പോകണം. മലി, നീ എന്താ ഇവിടെ? പാമ്പിനെ പോലെ പണം വിടർത്തി കൊത്തി കൊല്ലോന്ന് വിചാരിച്ച എവളിത് എന്ത് കാണിക്കുന്നത്? ഗെറ്റപ്പ് പോലും മാറിയില്ല ദൈവമേ. ചിലപ്പോ ആ മാണിക്യം വാങ്ങിച്ചതിന് ശേഷം കൊത്തി കൊല്ലാനുള്ള പരിപാടിയായിരിക്കും. ആ മാണിക്യം എവിടെയാ? ഞാൻ ആഗ്രഹിച്ച മാണിക്യം എനിക്ക് കൈവന്നിരിക്കുന്നു. സാധിച്ചെടുത്തു. ആഗ്രഹിച്ചത് സാധിച്ചെടുത്തു. നീ ഒരിക്കലും ഒരു കാര്യം മറക്കാൻ പാടില്ല. പറഞ്ഞോളൂ സ്വാമി. നിനക്ക് പരിചയമുള്ളവരായാലും നിന്റെ സുഹൃത്തുക്കളായാലും ശരി, ഈ മാണിക്യത്തെ കുറിച്ച് ചോദിച്ചാൽ അറിയില്ല എന്ന് പറയണം. ആരെന്ത് ചോദിച്ചാലും പറയരുത്. ശരി സ്വാമി. മാണിക്കോ? അതെ, ആ മാണിക്യത്തെ കുറിച്ചാ ചോദിക്കുന്നേ. ആ മാണിക്യം എവിടെയെന്ന്? എന്ത് മാണിക്കോ മല്ലി? അല്ല, ഏത് മാണിക്യത്തെ പറ്റി നീ പറയുന്നത്? അല്ലെങ്കിലും മാണിക്യവും ഞാനോട്ട് എന്താ ബന്ധമുള്ളത്? ഈ മാണിക്യം എന്ന് പറയുന്ന ആള് മല്ലിയുടെ ആരെങ്കിലും ആണോ? അങ്ങനെ ആരെയും എനിക്ക് പരിചയമില്ല മല്ലി. നീ എന്താ ഇങ്ങനെയൊക്കെ സംസാരിക്കുന്നത് മല്ലി? ശരി, നീ എന്താ ഇത്ര ദേഷ്യത്തിലിരിക്കുന്നത്? ആ സിദ്ധൻ മാണിക്യം നിന്റെ കയ്യിൽ തന്നു എന്ന് എനിക്കറിയാം. ഒരു സിദ്ധം വന്നിട്ട് മാണിക്യം അർജുന്റെ കയ്യിൽ കൊടുക്കുന്നത് ഞാൻ കണ്ടതാ.
ഇപ്പൊ നീ ആ മാണിക്യം ക്ഷേത്രത്തിനുള്ളിൽ വെക്കാൻ വന്നതാണെന്നും എനിക്കറിയാം. നോക്കുമല്ലേ, ഏത് ക്ഷേത്രം, ഏത് മാണിക്യം, എനിക്കൊന്നും മനസ്സിലാവുന്നില്ലല്ലോ. അതുമാത്രമല്ല, ഈ ക്ഷേത്രവും മാണിക്യവും ഇതൊക്കെ തമ്മിൽ എനിക്കെന്താ ബന്ധം? എനിക്ക് യാതൊരു ബന്ധവുമില്ല മല്ലി. ആ മാണിക്യം എന്റെ കയ്യിൽ താ. തീർന്നടാ അർജുനെ നീ. എന്താ മല്ലി ഈ കുട്ടികളെ പോലെ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്? ഏതോ ഒരു മാണിക്യത്തെ പറ്റി നീ സംസാരിച്ചുകൊണ്ടിരിക്കുന്നു, ഒന്നിനും ഒരു ക്ലാരിറ്റിയും ഇല്ല. എന്തു പറ്റി മല്ലി? നീ തരുന്നുണ്ടോ ഇല്ലയോ? തരാൻ. മല്ലി, അത് പിന്നെ അത് ഭാനി, എന്തോ പറയാൻ വന്നിട്ട് നീ എന്താ നിർത്തിയത്? അത് പിന്നെ മാണിക്യം, അത് പിന്നെ മല്ലി, അർജുൻ എവിടെയാണെന്ന് ആക്ച്വലി നീ എന്തിനെ പറ്റി സംസാരിക്കുന്നോ, എന്ത് ചോദിക്കുന്നോ എനിക്കൊന്നും മനസ്സിലാവുന്നില്ല. അതൊക്കെ പോട്ടെ, ഈ മാണിക്യം എന്ന് പറഞ്ഞ എന്താ? അഭിനയിക്കരുത്. ക്ഷേത്രത്തിനുള്ളിൽ നിന്ന് മാണിക്യം എടുത്തോണ്ട് പോയത് നീയാണെന്ന് എനിക്ക് നന്നായിട്ട് അറിയാം. മര്യാദയ്ക്ക് തരുന്നുണ്ടോ അതോ ഇല്ലയോ? എന്തുപറ്റി മല്ലി? ഒരിക്കലും ഇല്ലാത്തതുപോലെ നീ ഭയങ്കര ദേഷ്യത്തിലാണല്ലോ. ഞാൻ ക്ഷേത്രത്തിലുള്ള മാണിക്യം എടുത്തോണ്ട് പോയെന്നോ? എന്താ ഈ പറയുന്നത് മല്ലി? നീ പറയുന്നത് കള്ളമാണ് അർജുൻ. ആ മാണിക്യം നീ കൊണ്ടുപോകുന്ന സമയത്ത് എന്തോ സംഭവിച്ചിട്ടുണ്ട്, അങ്ങനെ എനിക്ക് തോന്നുന്നത്. അയ്യോ, നീ വിചാരിക്കുന്ന പോലെ ഒന്നും സംഭവിച്ചിട്ടില്ല മല്ലി. അങ്ങനെ ഒന്നും നടന്നിട്ടില്ലെങ്കിൽ നിന്റെ ഈ മുഖത്ത് എങ്ങനെ പാടുകൾ വന്നത്? എന്താ നടന്നത് പറയ.
മല്ലി വക്കീലിനെ പോലെ അടിപൊളി ചോദ്യങ്ങൾ തന്നെ ചോദിക്കുന്നത്. ഇന്ന് എന്തായാലും മല്ലിയുടെ മുമ്പ് അർജുൻ പെട്ടുപോകും മോനെ. ഇത് മുറിവ് പറ്റിയത് എങ്ങനെയാന്ന് വെച്ചാൽ ഞാൻ വരുന്ന വഴിക്കേ അവിടെ ഒന്ന് ചെറുതായിട്ട് വീണായിരുന്നു. അതുകൊണ്ടാ. ചെറിയ ചെറിയ മുറിവുകളേ ഉള്ളൂ, വലിയ സീരിയസ് ആയിട്ടൊന്നുമില്ല. അതെ, ഞങ്ങൾ രണ്ടുപേരും നാഗദേവതയെ വന്ന് തൊഴാന്ന് വെച്ച് വന്നതാ. അതെ, അപ്പൊ മല്ലി നിൽക്കുന്നു, അത്രേ ഉള്ളൂ. അതൊക്കെ പോട്ടെ, നീയുമായിട്ട് യാതൊരു ബന്ധവുമില്ലാത്ത ചോദ്യങ്ങളാണല്ലോ നീ ചോദിക്കുന്നത്. നീ എന്താ ചോദിക്കുന്നതെന്ന് പോലും മനസ്സിലാവുന്നില്ല. അർജുനാണോ കള്ളം പറയുന്നത് അതോ വീരഭദ്രനാണോ? ഒരു സിദ്ധം വന്ന് ആ മാണിക്യം ഉണ്ടല്ലോ അർജുന്റെ കൈ കൊടുക്കുന്നത് ഞാൻ കണ്ടതാ. എടുത്ത മാണിക്യം എടുത്തെടുത്ത് തന്നെ വെക്കാൻ അദ്ദേഹം അർജുനോട് പറയുന്നത് ഞാൻ കേട്ടതാ. മല്ലി, ഞാനും അർജുനും എങ്ങനെയുള്ളവരാണെന്ന് നിനക്ക് അറിയാവുന്നതല്ലേ? ഞങ്ങളെപ്പറ്റി അറിഞ്ഞിട്ട് കൂടി നീ എന്തിനാ ഇങ്ങനെയൊക്കെ സംസാരിക്കുന്നത് മല്ലി? ഇത്രയും നാളും നിന്നിലുണ്ടായിരുന്ന നല്ല ഗുണങ്ങളും ദൈവീകവും ആത്മീയവുമായ മറ്റു കഴിവുകൾ കണ്ടിട്ടുണ്ടെങ്കിലും നീ ഇതുപോലെ സംസാരിക്കുന്നത് ഞാൻ കണ്ടിട്ടേയില്ല മല്ലി. എനിക്ക് ഇത് വിശ്വസിക്കാനേ കഴിയുന്നില്ല മല്ലി. രണ്ടുപേരും ഒന്നും അറിയാത്തതുപോലെ ഭയങ്കര അഭിനയമാണല്ലോ. ശരി, നീ വീട്ടുകാരോട് ആരോടെങ്കിലും വഴക്ക് കൂടിയിട്ട് ആ ദേഷ്യത്തിലാ എന്നോട് സംസാരിച്ചെന്ന് എനിക്ക് മനസ്സിലായി. അതുമല്ല, ആ പനീന്ദ്രനെ കണ്ടിട്ട് കുറച്ച് വിശ്വസിക്കുന്നില്ല. അങ്ങനെ ആയിരിക്കുമ്പോ ആ മാണിക്ക് എടുത്തുകൊണ്ടുപോയത് അർജുനാകാൻ ഒരു വഴിയുമില്ല. ഞാൻ ചോദിച്ച ചോദ്യങ്ങൾക്കൊന്നും ഒന്നും പറയാൻ എന്താ ഇങ്ങനെ നിൽക്കുന്നത്? അതെന്താന്ന് വെച്ചാ എന്റെ പ്രഭു ചെറിയൊരു ജോലിയായിട്ട് അടുത്ത ഗ്രാമത്തിൽ പോയിരിക്കോ. എന്നുവെച്ചാ പനീന്ദ്രൻ ഞങ്ങളുടെ കല്യാണത്തിന് വരില്ലെന്നോ? തീർച്ചയായിട്ടും വരും. നിങ്ങൾ പോയി പ്രാർത്ഥിച്ചിട്ട് വരൂ. ചെല അർജുൻ, മാണിക്യത്തിനെ കുറിച്ച് മല്ലിയോട് എന്തിനാ കള്ളം പറഞ്ഞത്? ആ മാണിക്യത്തെ പറ്റി ആരോടും പറയരുന്ന് സിദ്ധം പറഞ്ഞത് നിനക്കെന്താ ഓർമ്മയില്ലേ? അത് മറന്നുപോയോ? ഈ മാണിക്യത്തെ പറ്റി ആരോടും ഒന്നും പറയാൻ പാടില്ല. അതീവ രഹസ്യമായിരിക്കണം. ശരിയാണല്ലോ, ഞാനതങ്ങ് മറന്നും പോയി. ആ മാണിക്യത്തെ പറ്റി എന്തെങ്കിലും പറഞ്ഞ ക്ഷേത്രത്തിലോട്ട് പോയത് ഞാനാണെന്ന് മല്ലിക്ക് മനസ്സിലാവില്ലേ? പിന്നെ ഈ നാട് മുഴുക്കി അതറിയും. ക്ഷേത്രത്തിനകത്ത് കയറിയത് നാട്ടുകാരറിഞ്ഞ എന്ത് ശിക്ഷയാവും കിട്ടുന്നതെന്ന് തനിക്കറിയാവുന്നതല്ലേ?
അതുകൊണ്ടാ പറയാത്തെ. മാണിക്യം നമ്മുടെ കയ്യിൽ നിന്ന് പോയി എന്നുള്ള കാര്യം ഗുരുജിയോട് പറഞ്ഞാൽ അദ്ദേഹം നമ്മളെ സഹായിക്കും. ആദ്യം അദ്ദേഹത്തെ പോയി ഒന്ന് കാണാം. വാ. ആ ശരി. ആ ദാ ദാ അവിടെ തന്നെയുണ്ട്. വാ. അർജുൻ മാണിക്യം കൊണ്ടുവരുവാണെന്ന് എന്തിനാ എന്നോട് കള്ളം പറഞ്ഞത്? അയ്യോ മല്ലി, ഞാൻ പറഞ്ഞതെല്ലാം സത്യമാണെന്ന് എങ്ങനെയാണ് നിന്നെ ഞാൻ പറഞ്ഞെന്ന് വിശ്വസിപ്പിക്കുക? അർജുനാണ് മാണിക്യം എടുത്തിരുന്നെങ്കിൽ എന്നോട് പറഞ്ഞേനെ. അവൻ അങ്ങനെ പറയാത്തത് കൊണ്ട് അപ്പൊ തീർച്ചയായും നീയാ എന്നോട് കള്ളം പറയുന്നത്. മല്ലി മല്ലി, ഞാൻ പറയുന്നത് കേക്ക് മല്ലി. അവർ രണ്ടുപേരും ചേർന്ന് നിന്നെ പറ്റിക്കായിരുന്നു മല്ലി. മല്ലി, നിന്റെ അടുത്ത് രക്ഷപ്പെടുകയായിരുന്നു അവര്. മല്ലി മല്ലി, ഞാൻ പറയുന്നത് കേക്ക് മല്ലി. ഞാൻ പറയുന്നത് കേക്ക് മല്ലി. ഓക്കെ മല്ലി, ഞാൻ പറഞ്ഞതൊന്നും നിനക്ക് വിശ്വാസമായിട്ടില്ലെങ്കിൽ എന്നെ അങ്ങ് കൊത്തി കൊന്നു കളഞ്ഞേക്ക്. ഞാൻ പറഞ്ഞത് സത്യമാണ് മല്ലി. സത്യം പതിയെ മനസ്സിലാക്കൂന്നാണ് പറയുന്നത്. ഞാൻ പറയുന്നതെല്ലാം സത്യമാണെന്ന് തെളിയിക്കുന്നതിന് വേണ്ടി എനിക്ക് ഒരു അവസരം കൂടി താ മല്ലി. എനിക്കിപ്പൊ തന്നെ നിന്നെ കൊത്തിക്കൊല്ലണമെന്നാ തോന്നുന്നത്. സത്യം തെളിയുന്നത് വരെ ഞാൻ നിന്നെ കൊല്ലില്ല എന്ന് വാക്ക് തന്നതുകൊണ്ട് ഇപ്പോഴും നീ എന്റെ മുന്നിൽ ജീവനോടെ നിൽക്കുന്നു. പോയി സത്യം എന്താണെന്ന് തെളിയിക്കേ. അങ്ങനെ അല്ലെങ്കിൽ എന്റെ കൈ കൊണ്ട് നീ ചാകും. വേഗം പോ. ആ ശരി മല്ലി, ഞാൻ പോകുന്നു. പ്രതികാരം ചെയ്യണമെന്നുള്ള നിന്റെ ദൃഢനിശ്ചയത്തിലാണ് മരിച്ചുപോയ പനീന്ദ്രന്റെ ജീവൻ ഇപ്പോഴും പിടിച്ചു നിർത്തിയിരിക്കുന്നതെന്ന് ഓർക്കുക. പനീന്ദ്രന്റെ രക്തം കാറ്റിൽ അലിയുന്നതിന് മുമ്പ് പനീന്ദ്രനെ കൊന്നവനെ നീ കൊല്ലണം. അവനെ കൊന്നതിന് ശേഷം മാത്രമേ ഈ കിടക്കുന്ന പനീന്ദ്രന് ജീവൻ തിരിച്ചു കിട്ടൂ. പനീന്ദ്രന്റെ ശരീരത്തിലെ രക്തം മുഴുവൻ ആവിയായി പോകുന്നതിന് മുമ്പ് നീ പ്രതികാരം ചെയ്തേ മതിയാവൂ. ഇല്ലെങ്കിൽ പനീന്ദ്രൻ ജീവിക്കില്ല മോളെ. ഇല്ല ഗുരു, എന്റെ പ്രഭുവിന് ഇങ്ങനൊരു അവസ്ഥ ഉണ്ടാക്കിയവനെ ഞാൻ വെറുതെ വിടില്ല. എന്റെ പ്രഭുവിനെ തിരിച്ചു കൊണ്ടുവരാൻ ഞാൻ അവനെ വധിച്ചേ തീരൂ. ഗുരുജി, 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 വിചാരിച്ച പോലെ തന്നെ ഒരു അനർത്ഥം സംഭവിച്ചു. നാഗമാണിക്യത്തിന്റെ കാര്യം പറയാനല്ലേ നീ ഇവിടേക്ക് വന്നതാ? അതെ ഗുരുജി. ഞാൻ ആ മാണിക്യം ക്ഷേത്രത്തിൽ വെക്കാൻ വരുന്ന വഴിക്ക് ഒരു ദുർമന്ത്രവാദി വന്ന് അതും തട്ടിയെടുത്ത് എങ്ങോട്ടോ പോയി. അവരിപ്പോ എവിടെയാണെന്ന് ഒരു പിടിയുമില്ല. ഞാൻ ആഗ്രഹിച്ച മാണിക്യം എനിക്ക് സ്വന്തമായി കഴിഞ്ഞു. എന്താ ചെയ്യേണ്ടെന്ന് ഒരു പിടിയും കിട്ടുന്നില്ല ഗുരുജി. ആ
മാണിക്യം വെച്ച് അവരെന്തെങ്കിലും ചെയ്യുമെന്ന് ഓർത്തിട്ട് ഒരു മനസ്സമാധാനവും കിട്ടുന്നില്ല. ഈ പ്രശ്നത്തിന് അങ്ങ് തന്നെ ഒരു പരിഹാരം ഉണ്ടാക്കി തരണം. എപ്പോ എന്ത് നടക്കണമെന്നുള്ളത് മഹാദേവൻ നിശ്ചയിച്ചിട്ടുണ്ട്. സംഭവിക്കാനുള്ളത് സംഭവിച്ചേ മതിയാവൂ. നിങ്ങൾ ഒന്നുകൊണ്ടും ഭയപ്പെടേണ്ട കാര്യമേ ഇല്ല. സംഭവിക്കുന്നത് സംഭവിക്കട്ടെ എന്ന് കരുതി ഞങ്ങൾക്ക് എങ്ങനെ മനസ്സമാധാനത്തോടെ കഴിയാൻ പറ്റും ഗുരുജി? ആ മാണിക്യം എടുത്ത സ്ഥലത്ത് തന്നെ തിരികെ വയ്ക്കാൻ പറ്റിയില്ലെങ്കിൽ അപ്പച്ചിയുടെ അവസ്ഥ എന്തായി തീരുമെന്ന് ഞങ്ങൾക്ക് നല്ല പേടിയുണ്ട്. അതേ ഗുരുജി, ആ മാണിക്യം ഒന്നുകൊണ്ടാ എൻ്റെ അമ്മ ഇപ്പോഴും ജീവനോടുള്ളത്. അങ്ങനെയുള്ള മാണിക്കോ കൈവിട്ടു പോയത്. അത് കയ്യിലുണ്ടെങ്കിൽ അവർക്ക് എന്തും ചെയ്യാൻ പറ്റും ഗുരുജി. അതിൽ എനിക്ക് യാതൊരു സംശയവുമില്ല. നിന്റെ അമ്മയ്ക്ക് എന്തെങ്കിലും സംഭവിക്കുമെന്ന് നീ ഭയപ്പെടേണ്ട ഒരു കാര്യവുമില്ല. നീ എടുത്ത മാണിക്യം അത് ശിവന്റെ സ്വത്താണ്, മഹാദേവന്റെ സ്വത്ത്. തിരികെ എങ്ങനെ അദ്ദേഹത്തിന്റെ സന്നിധിയിൽ എത്തിക്കണമെന്നത് മഹാദേവന് നന്നായിട്ടറിയാം. നടന്ന കാര്യങ്ങളെക്കുറിച്ച് അമിതമായി ചിന്തിക്കാതെ സമാധാനമായിട്ടിരിക്കൂ. ഇനി സംഭവിക്കാൻ പോകുന്നത് മഹാദേവൻ നോക്കിക്കൊള്ളും. ഈ ഒരു കാര്യം നീ ഓർത്തിരുന്നാൽ നന്നാ. ആ മാണിക്യത്തെക്കുറിച്ച് ആര് എന്ത് ചോദിച്ചാലും ശരി, ഒന്നും അറിയാത്തതുപോലെ നടിക്കണം. നീ ഒരു കാര്യം ഓർമ്മയിൽ വെച്ചോളൂ. എന്താന്ന് പറയൂ സ്വാമി. പരിചയമുള്ളവരായാലും ബന്ധുക്കളായാലും ശരി, ഈ മാണിക്യത്തെക്കുറിച്ച് ആരോടും ഒന്നും പറയാൻ പാടില്ല. ആരെന്ത് ചോദിച്ചാലും പറയരുത്. ശരി സ്വാമി. അത് പുറത്തു പറഞ്ഞാൽ നിനക്ക് തന്നെയാണ് ആപത്ത്. എന്താ മനസ്സിലായോ? എന്നാ ശരി ഗുരുജി. പോയി വരൂ. ശുഭം. ഇവരുടെ ജീവിതത്തിൽ പ്രതീക്ഷിക്കാത്ത ഒരുപാട് മാറ്റങ്ങളുണ്ടാവും. അതിനുവേണ്ടിയാണ് ആ നാഗമാണിക്യം കൈക്കലാക്കിയത്. ആ മാറ്റം എന്താണെന്നുള്ളത് മഹാദേവന് മാത്രമേ അറിയൂ. ഓം നമഃ ശിവായ. ഓം നമഃ ശിവായ. ആ സഞ്ജീവ മാണിക്യം ഒരു തവണ ഞാൻ തൊട്ടു നോയിക്കോട്ടെ. കണ്ടത് നിന്റെ മുഖത്ത് എത്രമാത്രം സന്തോഷമുണ്ടെന്നറിയാം. സ്പർശിച്ച് ഇതിലും കൂടുതൽ സന്തോഷിക്ക്. നീ ആഗ്രഹിച്ച മാണിക്യം നിനക്ക് സ്വന്തമായല്ലോ.